ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോസാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാടെന്ന് വെച്ചാൽ പല പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ആൾക്കാർ, ഈവൻ ബിഗ് ബോസിൽ നിന്നുള്ള ആൾക്കാരും, ഇപ്രാവശ്യം ബിഗ് ബോസ് 1 തൊട്ട് ബിഗ് ബോസ് 7 പല ആൾക്കാരും വന്ന് ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നത് അവരെ ക്ഷണിച്ചിട്ടാണ്, നോട്ട് ദറ്റ് പോയിൻറ്റ്, അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് അവർ ഈ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളോട് വിയോജിപ്പുണ്ട്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ഷാനവാസിക്കാനെയും അനുമോളിനെയും ഒക്കെ ബാക്കിൽ നിന്ന് കുത്തി കട്ടപ്പന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് എന്തായാലും സംസാരിക്കണം. അപ്പോൾ ഫൈസൽ മലബാർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ അത് കാണുന്നില്ല, ബിക്കോസ് ആൾ ഡിലീറ്റാക്കി, പ്രശ്നമായി എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഡിലീറ്റാക്കിയത്. സംഭവം ഇങ്ങനെയാണ്: ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികളെ ഫൈസൽ മലബാർ ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചു കഴിഞ്ഞു. എല്ലാം നല്ല വ്യക്തമായിട്ട് അവരെ ഗംഭീരമായിട്ട് ആനയിച്ചു. അവരോട് സംസാരിക്കും, മൈക്ക് കൊടുത്ത് സംസാരിച്ചു. എന്നിട്ട് ആൾ വീട് കാണാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഇന്നലെ ലൈവിൽ ആദില നൂറ വന്നിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കണം ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫൈസൽ മലബാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു: എൻ്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലേ, പല വ്യക്തികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. അതെന്താണ് അങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അവരെ വിളിച്ചിട്ടല്ലേ അപ്പോൾ അവർ വന്നത്? അവർക്ക് കൃത്യമായ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവില്ല. വന്നതിന് ശേഷം അവരെ സ്വീകരിച്ചും അവരെ ആനയിച്ചതിന് ശേഷം അവർ വന്നതിൽ ഒരു അറിവും ഇല്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്, വളരെ മോശം. പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന് ആരോപണത്തെ മുഖവിലേക്ക് എടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ താറടിച്ച് കാണിച്ചും. അവർ ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റോറി ഈവൻ ബിഗ് ബോസിൽ കൂടിയും അതിന് മുന്നേ ഉള്ള എല്ലാ കുറേ ചാനൽസിലൂടെ, ലൈഫ് സ്റ്റോറി ചെയ്യുന്ന ചാനൽസിലൂടെ അവർ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് അവർ മാതാപിതാക്കളെ ധിക്കരിച്ചതെന്നും ഗുണ്ടകളായിട്ട് വന്ന് അവരെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്നും ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു, അതായത് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ അവർക്ക് ഇൻവിറ്റേഷൻ അയക്കേണ്ടതോ അവർ വരാൻ പറയേണ്ട ആവശ്യമോ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഈ ഒരാൾ വന്നതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലും പോയി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് പ്രശ്നമാകുന്ന കാര്യത്തിൽ ഡിലീറ്റും ആക്കി. സത്യം പറഞ്ഞാൽ ആദില നൂറ എന്ന് പറയുന്ന 2 വ്യക്തികൾ സമൂഹത്തിൽ ജീവിക്കേണ്ട വ്യക്തികളാണ്, അല്ലാതെ അവരെ മാറ്റി നിർത്തി സംഭവം ചെയ്യേണ്ടതല്ല. ഓൾറെഡി ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, സിറ്റ് ഔട്ടിൽ ഇരുത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെയും കാര്യങ്ങളാണ്. അത് അപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട് എക്സ്മിക്ക് അത് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ലക്ഷ്മി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ആ ഒരു സംഭവം നോർമലൈസ് ചെയ്യാൻ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ആൾക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഇഷ്ടമല്ല എങ്കിൽ എന്തിന് ഹൗസ് വാമിങ്ങിന് വിളിച്ചു? അത് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പോസ്റ്റിലിട്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് മുൻകൂട്ടി കാരണം ഇൻവിറ്റേഷൻ കൊടുക്കാത്ത ആൾ ആൾക്കാർ വരത്തില്ലല്ലോ. അവർക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് മുട്ടി നിൽക്കുകയാണ് ഇങ്ങനത്തെ ഹൗസ് വാമിങ്ങിന് ചെല്ലാൻ? അല്ല, അവർക്കറിയാം ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ വരുന്ന ഒരു ഹൗസ് വാമിംഗ് ആണെന്ന് അവർക്കറിയാം. ചിലപ്പോൾ അവർക്ക് അത്രയും സന്തോഷത്തോടെ ആയിരിക്കണം അവർ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നു, പിന്നെ ലാസ്റ്റ് എന്താണ്, ഇങ്ങനൊരു സംഭവം സമൂഹത്തിൽ ചെയ്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഫൈസൽ മലബാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട്? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇഷ്ടമല്ല എങ്കിൽ അവരെ വിളിക്കരുതായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിലെ തെറ്റായ ഇതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യരുതായിരുന്നു. അല്ലാതെ വിളിച്ചു വരുത്തി എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് അവരെ അപമാനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിലെ പല രീതിയിലുള്ള രീതിയിലുള്ള ഇതും അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഭയങ്കര വിയോജിപ്പാണ്. അങ്ങനത്തെ, കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി അവരുടെ ലൈഫാണ്, എല്ലാവരും അവരുടേതായ ലൈഫിലേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു. നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു, പല ആൾക്കാർ
ആൾക്കാരെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വരികയും ചെയ്തു. പല ആൾക്കാർ വന്നില്ല, തിരക്ക് കാരണം വന്നില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം, ഇത്രയും വലിയൊരു ഹൗസ് വാമിങ് എന്നാൽ ഇത്ര വലിയൊരു ചടങ്ങിൽ, ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ചടങ്ങിൽ പോയതിന് ശേഷം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് അവരെ അപമാനിക്കുന്നതിൽ അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് പല വിയോജിപ്പുകളും കാണും ആദിലയും നൂറേമെ പറ്റി. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്കൊരു വിയോജിപ്പില്ല. നമുക്ക് വിയോജിപ്പുണ്ടായിരുന്ന എന്തിനായിരുന്നു? ഷാനവാസിക്കേനെയും നല്ലപോലെ പുറകിൽ നിന്ന് കുത്തിയതിനായിരുന്നു നമുക്ക് ഈ ഒരു സംഭവം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് മനസ്സിലാക്കേണ്ട, ഇവർക്ക് കാണുമ്പോൾ ഇവരൊരു കാര്യം മറന്നു പോകുന്നു. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ സപ്പോർട്ട് അത്രയും ചെയ്തതിൽ അവർക്ക് അവരെന്തൊക്കെയാണ് സത്യം പറഞ്ഞ ഷാനവാസിക്കേനെ പറഞ്ഞിട്ടുള്ളത്? മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട ഒരു പ്രചരണം, ഡ്രാമ എന്നൊക്കെ പറഞ്ഞ ഒരാൾ, അത്രയും സ്നേഹം കൊടുത്ത ഒരാളെയാണ് അവർ പുറകിൽ നിന്ന് കുത്തിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതാണ്, അവരെ അത്രത്തോളം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഷാനവാസിക്കേനെ അവരെന്തൊക്കെ ചെയ്തിരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല. പക്ഷേ ഈ ഫൈസൽ മലബാർ കാണിച്ച ഇത് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അവരെ വിളിച്ചു വരുത്തുകയും ഇന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്, പ്രത്യേകിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമല്ല, പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, അവരെ വിളിച്ചതിൽ മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ സമൂഹത്തിനെ താറടിച്ച് കാണിക്കുന്ന ഈ ഒരു പ്രകടനം എന്ന് വെച്ചാൽ മാതാപിതാക്കളോട് ധിക്കരിച്ചും താറടിച്ചും കാണിക്കുന്ന സ്വഭാവം, അതും എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. അങ്ങൊരു സംഭവം അങ്ങേർക്ക് ഇഷ്ടമല്ല എങ്കിൽ അവരെ വിളിക്കരുതായിരുന്നു. ഇതാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾ നോക്കണ്ട. നമുക്കറിയാം എല്ലാവരെയും ഇവർക്ക് പുറകിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. പലരെയും കാണുമ്പോൾ ഇവർ പുറകിൽ നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ അതല്ല, അതിൽ നിന്ന് മാറ്റി നിർത്തി ഇവർക്ക് എന്താണ് ഇവർക്കിപ്പോൾ ഈ ഫൈസൽ മലബാർ ഈ ഇട്ട പോസ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ള വേർഡ്. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടിട്ടല്ല, വിളിച്ചു വരുത്തി അവിടെ അത്രയും സ്വീകരിച്ച് സംസാരിക്കാൻ മൈക്ക് കൊടുത്ത്, ഞാൻ ഇതിലേക്ക് വീഡിയോ ഇടുന്നുണ്ട്, സംസാരിക്കാൻ മൈക്ക് കൊടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ, 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവില്ല എന്ന് പറയുമ്പോൾ അവരാരായിപ്പോയി? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു വൃത്തികെട്ടൊരു ഫീലിങ്സ് ആയിരിക്കത്തില്ലേ? അവർക്കും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് അവർക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ഹൗസ് വാമിൽ പങ്കെടുത്തപ്പോൾ അവർ വിചാരിച്ച സമൂഹം ഞങ്ങളെ അംഗീകരിച്ചു എന്നുള്ള വിചാരത്തിലായിരിക്കും ആൾക്കാർ അവർ വന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവർക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യാൻ വേണ്ടിയാണെന്ന് അവർ വിചാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അവരെ അപമാനിക്കാനാണെന്ന് വിചാരിക്കുന്നില്ല. എനിവേ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.